ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ് ചേരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഈ സ്ഥിതിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതിൽ ഇറാൻ ഇനി ഒരു പിന്നോട്ട് പോക്ക് നടത്തുമോ, അതോ അവർ ഗൾഫ് രാജ്യങ്ങളെ തുടർച്ചയായി ആക്രമിക്കുന്ന ഈ സമ്മർദ്ദ തന്ത്രം തുടർന്നുകൊണ്ടേയിരിക്കുമോ? എങ്ങനെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ശ്രീ മഞ്ജുഷ്, ഖൊമേനി യുഗം ഔപചാരികമായി അവസാനിച്ചു കഴിഞ്ഞു. പക്ഷേ ഇറാന്റെ ഒരു ക്രമം അവിടെ തുടരുകയാണ്. ഖൊമേനിക്ക് ശേഷം ഖൊമേനിയുടെ പുത്രനായ രണ്ടാമത്തെ പുത്രനായ മൊജ്തബ ഖൊമേനി, അല്ല എങ്കിൽ മറ്റൊരാൾ, ആ രീതിയിൽ രണ്ടാം ഓപ്ഷൻ മൂന്നാം ഓപ്ഷൻ എന്ന നിലയിൽ ഇറാൻ കാര്യങ്ങൾ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇറാൻ്റെ ഫയർ പവർ നിർബാധം തുടരുന്ന ഒരു കാഴ്ചയും കാണുന്നു. യഥാർത്ഥത്തിൽ ഹൈ വോൾട്ടേജ് പ്രസ്താവനകളാണ് രണ്ട് ഭാഗത്തു നിന്നും വരുന്നത്. ആ പ്രസ്താവനയോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഫയർ പവറും രണ്ടു പക്ഷത്തും സംഭവിക്കുന്നു. അതുകൊണ്ട് ഇത് ഏകപക്ഷീയമായി തോന്നാമെങ്കിലും ആകാശങ്ങളുടെ ആധിപത്യം അമേരിക്കയ്ക്കും ഇസ്രയേലിനും തന്നെയാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ ആകാശങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം ഒരു യുദ്ധം ജയിക്കുകയും അതുകൊണ്ട് ആ യുദ്ധത്തിൻ്റെ പരിണതഫലം എന്ന നിലയിൽ അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു അധികാര കൈമാറ്റം, പുതിയൊരു ഭരണകൂടം അവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും എന്ന പ്രതീക്ഷ എത്രത്തോളം ലോജിക്കലാണ് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. നോക്കൂ, ഇറാൻ്റെ ഒരു സാഹചര്യം നോക്കൂ. ഇറാൻ ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് പ്രതിരോധം ഒരുക്കി കാത്തിരിക്കുകയാണ് ഈ നിമിഷത്തിന് വേണ്ടി. ഒരുപക്ഷെ ആത്യന്തികമായി സംഭവിക്കാനുള്ള യുദ്ധം, ആ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളാണ് ഒരുപക്ഷെ 1979 മുതൽ തന്നെ ഇറാൻ സജ്ജമായിരുന്നത്. 79 മുതൽ 88 വരെയുള്ള കാലത്ത് 8-9 വർഷം ഇറാഖുമായി ഇറാൻ യുദ്ധത്തിലായിരുന്നു. നോക്കൂ, ഇറാഖിനെ സഹായിച്ചത് അന്ന് അമേരിക്കയാണ്. സദ്ദാം ഹുസൈൻ്റെ ഇറാഖിനെ അന്ന് അമേരിക്ക സഹായിച്ചിരുന്നു. ആ യുദ്ധത്തിൽ അവസാനം ഇറാഖിന് പിൻവാങ്ങേണ്ടി വന്നു. ഇറാൻ അവിടെ നിലനിന്നു. അതിനുശേഷം ഹൈ റെറ്ററിക്കാണ്, അമേരിക്ക വിരുദ്ധ, ഇസ്രായേൽ വിരുദ്ധ ഒരു റെറ്ററിക്കുമായിട്ടാണ് ഇറാൻ മുന്നോട്ട് പോയത്. അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന് മരണം, ഡെത്ത് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഡെത്ത് ടു ഇസ്രായേൽ എന്ന ഈ ചാൻറ്റിംഗ് ആണ് ഇറാനെ കുറേ കാലമെങ്കിലും ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുവേണ്ടി അവർ ഒരുക്കിയ, ഡെത്ത് ടു ഇസ്രായേൽ എന്നതിനു വേണ്ടി ഒരുക്കിയ ഒരു പ്രോക്സി വലയം, ഹൂതി, ഹമാസ്, ഹിസ്ബുള്ള, അങ്ങനെ ആ ഒരു വലയം, ആ വലയമാണ് ആത്യന്തികമായി ഇറാൻ്റെ പതനത്തിന് അല്ലെങ്കിൽ ഇറാൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് കാരണഭൂതമായത് എന്ന് കാണാം. നോക്കൂ, ഒക്ടോബർ 7, 2023 ആ അഭിശപ്തമായ ദിനത്തിൽ ഹമാസ് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണമാണ് ഇപ്പോഴത്തെ ഈ ടേൺ ഓഫ് ഇവൻസിൻ്റെ എല്ലാം കഥാതന്തു എന്ന് പറയുന്നത്. അതുവരെയുള്ള ബിൽഡപ്പിനെ കുറിച്ച് മറക്കുന്നു എന്നല്ല അർത്ഥം. അതുമുതൽ തന്നെ അവസരം പാർത്തിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. ഇറാൻ എന്ന മഹാവിപത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. ഇറാൻ ഒരു ആണവശക്തിയായി മാറുകയാണെങ്കിൽ. ഇനി ആണവശക്തി അല്ലാത്ത ഇറാൻ പോലും ശക്തമായ ബാലിസ്റ്റിക് മിസൈലുകളുള്ള, ശബ്ദാതിവേഗ മിസൈലുകളുള്ള, അതിൻ്റെ വൻപൻ ശേഖരമുള്ള ഇറാൻ എന്നും ഒരു ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനൊരു ത്രെട്ടാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും അനുകൂലമായ അന്തരീക്ഷം ഇതാ സംജാതമായിരിക്കുന്നു. ഹൂതികൾ, ഹിസ്ബുള്ള, ഹമാസ് മുതലായവയെ നാമാവശേഷമാക്കാൻ സാധിച്ചില്ലെങ്കിലും അവരുടെ ഫയർ പവർ കാര്യമായി കുറച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ സാധിച്ചു. ഇറാൻ്റെ മേൽ കഴിഞ്ഞ വർഷം 2025 ജൂൺ മാസം നടന്ന ആക്രമണം ഇറാൻ്റെ വലിയ രീതിയിലുള്ള കേപ്പബിലിറ്റിയെ കുറച്ചുകൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ ദിസ് ഈസ് ദ മോസ്റ്റ് ഓപ്പർച്യൂണറ്റ് ടൈം. അങ്ങനെയെങ്കിൽ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ആഞ്ഞടിക്കുക. അതിന് മുൻപായുള്ള തന്ത്രം എന്ന നിലയിൽ ഒരു ഡിസ്റ്റോർഷൻ തന്ത്രമാണ്, ഒരു വ്യതിചലന തന്ത്രമാണ് ഈ പറയുന്ന നെഗോസിയേഷൻ. ആണവ വിഷയത്തിൽ ചർച്ചയാകാം ആയി 3 റൗണ്ട് ചർച്ചകൾ നടന്നു. ഒരു റൗണ്ട് ഒമാനിൽ വെച്ചും 2 റൗണ്ട് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് നടന്നു. 4ാം റൗണ്ട് ഉണ്ടാകുമെന്ന പ്രതീതി, അത് വിയന്നയിൽ വെച്ചുണ്ടാകുമെന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. സമാന്തരമായി യുദ്ധ ഒരുക്കങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പടയൊരുക്കമാണ്. 2003 ഇറാഖിൻ്റെ നേതാവ് സദ്ദാം ഹുസൈനെ പുറത്താക്കാൻ വേണ്ടി ഉണ്ടായ ആ ഒരു ബിൽഡപ്പിനേക്കാൾ ഗംഭീരമായ ഒരു ബിൽഡപ്പുമായിട്ടാണ് മുന്നോട്ട് പോയത്. ഒരുപക്ഷെ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ഏർപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധ അന്തരീക്ഷമായി ഇത് മാറിയിരിക്കുന്നു. ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഇറാൻ ഒറ്റയ്ക്കാണ്. ഇറാൻ ഐക്യദാർഢ്യം നൽകാൻ ചൈനയോ റഷ്യയോ വന്നേക്കാം, പക്ഷേ സൈനികമായി ഇറാനെ സഹായിക്കാവുന്ന ഒരു നിലയിലല്ല ഇന്ന് റഷ്യയോ ചൈനയോ. ഒരുപക്ഷെ ഐക്യരാഷ്ട്രങ്ങളിൽ ഉൾപ്പെടെ ശബ്ദമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇറാന് വേണ്ടി ഒരു മുറവിളി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന ഒരു ആഗ്രഹം ലോകരാജ്യങ്ങൾ പഠിപ്പിക്കാൻ സാധ്യതയുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഇറാൻ പറയുന്നത് തുടങ്ങി വെച്ചത് അവരാണ്, പക്ഷെ തീർക്കുന്നത് ഞങ്ങളായിരിക്കും എന്നതാണ്. അതാണല്ലോ ഇപ്പോൾ ഇറാൻ ഈ രീതിയിലുള്ള ഒരു സമ്മർദ്ദവുമായി മുന്നോട്ട് പോകുന്നതും ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതും. ഞാൻ ചോദിക്കുന്നത്, ഇത് എത്ര നാൾ തുടരുവാൻ
ഇറാന് കഴിയുമെന്നാണ്. നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ജനവാസ മേഖലകളെയും അത് ബാധിക്കുകയാണ്. അതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇത് എത്രനാൾ ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകും? അതോ ഇതിനകത്ത് നമുക്ക് മറുവശത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദം, ആക്രമിക്കപ്പെടുന്ന ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദം അമേരിക്കയ്ക്കും ഇസ്രായേലിനും മേലാവുകയാണെങ്കിൽ അവർ യുദ്ധം നിർത്തുവാൻ തയ്യാറാകേണ്ടി വരും. ഇതിലേതാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? ഏത് രീതിയിൽ സംഭവിക്കുമെന്നുള്ളതാണ് ഈ പറഞ്ഞതാണ് തന്ത്രം. ഗൾഫ് രാജ്യങ്ങളുടെ മേൽ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തുക. അത് ഗൾഫ് രാജ്യങ്ങൾ, ഈ GCCയിലെ രാജ്യങ്ങളിൽ 5 രാജ്യങ്ങളുടെ മേൽ ഇറാനിൽ നിന്നും മിസൈലുകൾ പതിച്ചു എന്ന് ഓർക്കണം. ഏതാണ്? ഖത്തറിൽ പതിച്ചു. അവിടെയാണ്, ഖത്തറിലാണ് അൽ ഉദൈദ് വ്യോമതാവളം. അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ബിൽഡപ്പ് അവിടെയാണ്. അതുപോലെ ബഹ്റൈനിലെ തീരപ്രദേശത്തുള്ള മനാമയ്ക്കടുത്തുള്ള നാവിക താവളത്തിന് സമീപം ബോംബാക്രമണം ഉണ്ടായി, മിസൈൽ ആക്രമണം ഉണ്ടായി. UAEയിലെ 2 നഗരങ്ങളിൽ, അബുദാബി നഗരത്തിലും ദുബായ് നഗരത്തിലും ആക്രമണമുണ്ടായി. വിമാനത്താവളങ്ങളിലേക്ക് വരെ ആക്രമണം നീണ്ടു. സൗദി അറേബ്യയിലെ നിരവധി ഇടങ്ങളിൽ സ്ഫോടനമുണ്ടായതായി റിപ്പോർട്ടുണ്ട്. ജോർദാനിലേക്ക് ആക്രമണം വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ ഏതാണ്ട് എല്ലാ, ഒമാൻ ഒഴികെയുള്ള, ഒമാൻ ഒരുപക്ഷെ ഒരു പ്രതീക്ഷയാണ്, ഒരു മധ്യസ്ഥ രൂപത്തിൽ കടന്നു വരും എന്ന ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടായിരിക്കാം ഒമാൻ ഒഴിച്ചുള്ള മറ്റെല്ലാ GCC രാജ്യങ്ങളിലേക്കും ഇറാൻ്റെ ആയുധങ്ങൾ, ഇറാൻ്റെ മിസൈലുകൾ ചെന്നു എന്ന് പറയുമ്പോൾ ഇറാൻ പറഞ്ഞത് പ്രവർത്തിക്കുന്നു എന്നാണ് അർത്ഥം. ഇറാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കരുത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും. അമേരിക്കൻ വ്യോമതാവളങ്ങൾ ഏതെല്ലാം ഗൾഫ് രാജ്യത്തുണ്ടോ അവിടെ എല്ലാം കടന്നു വന്ന് ആക്രമിക്കും. യഥാർത്ഥത്തിൽ വ്യോമനാവിക താവളങ്ങളെ, സൈനിക താവളങ്ങളെ ആക്രമിച്ചാൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ടല്ലോ. തീർച്ചയായും ധാഡ് മിസൈൽ സംവിധാനം വളരെ കേപ്പബിളാണ് അമേരിക്കയുടേത്. അതുപോലെ തന്നെ പേട്രിയോട്ട് മിസൈൽ, ഒരുപാട് കാലം കൊണ്ട് അമേരിക്കയുടെ മുഖ്യ മിസൈൽ, വേധ മിസൈലാണ് പേട്രിയോട്ട് മിസൈലുകൾ. ഇതെല്ലാം ഉണർന്ന് പ്രവർത്തിക്കും. അതുകൊണ്ട് ഈ സൈനിക താവളങ്ങളെയൊക്കെ അങ്ങനെ തകർക്കാനാവില്ല, യുദ്ധക്കപ്പലുകളെ അങ്ങനെ എളുപ്പം തകർക്കാനാവില്ല. കാരണം യുദ്ധക്കപ്പലുകൾക്ക് ചുറ്റും മിസൈലുകളുമായി അതിൻ്റെ സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് ഡിസ്ട്രോയർ എന്ന കപ്പലുകളുണ്ട്. അതുകൊണ്ട് അതൊന്നും എളുപ്പമല്ല. പിന്നെ ഒക്കുന്നത് എന്താണ്? സോഫ്റ്റ് ടാർഗറ്റ്സ്. എപ്പോഴും ഒരു യുദ്ധത്തിൽ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളാണ്. ഒരു കാഷ്വാലിറ്റി സത്യമാണ്, അല്ലേ? സത്യമാണ് മരിക്കുന്നത്. യുദ്ധത്തിൽ ക്ലെയിംസ് ആൻഡ് കൗണ്ടർ ക്ലെയിംസ് ഉണ്ടാകുമ്പോൾ ഇത് പറയുന്നതല്ല പലപ്പോഴും പ്രവർത്തിക്കുന്നത്. സൈനിക താവളങ്ങളെ മാത്രമേ തങ്ങൾ ആക്രമിക്കൂ എന്ന് പറഞ്ഞു തുടങ്ങുകയും ആത്യന്തികമായി ഗതിമുട്ടുമ്പോൾ സോഫ്റ്റ് ടാർഗറ്റ്സായ പാർപ്പിട സമുച്ചയങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, അതുപോലെ ഉല്ലാസ കേന്ദ്രങ്ങൾ എന്നു വേണ്ട ബിസിനസ് എൻക്ലേവ്സ് വരെ. അതുമാത്രമല്ല, ഏറ്റവും വേദനിക്കുന്നത് എവിടെയാണ്? ഈ എണ്ണ സമ്പന്നമാണ് ഗൾഫ് രാജ്യങ്ങളെന്ന് ഓർക്കണം. അതുകൊണ്ട് എണ്ണപ്പാടങ്ങൾ, എണ്ണ സംഭരണശാലകൾ, എണ്ണ ശുദ്ധീകരണശാലകൾ എന്നു വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, പേർഷ്യൻ ഗൾഫ് മേഖലയിലെ GCC രാജ്യങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ, ഒരു ഓൾ ഔട്ട് വാർ ആണെങ്കിൽ അങ്ങനെ നിയമങ്ങളൊന്നും, യുദ്ധത്തിലും ശ്രീ മഞ്ജുഷ്, യുദ്ധത്തിലും പ്രേമത്തിലും ഒരു നിയമവും ബാധകമല്ല എന്നാണല്ലോ ശാസ്ത്രം. അത് പ്രാവർത്തികമാക്കുന്ന രീതിയിൽ ഇറാൻ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരായ 90 ലക്ഷത്തിൽ പരം പേരുണ്ട് ഗൾഫ് മേഖലയിൽ നിന്ന് ഓർക്കണം. 1 കോടിയോളം ജനമാണ്. അവരെ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വരും. വലിയ ബാധ്യതയാണ്. ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വൻപൻ ബാധ്യതയാണത് വരിക. എയർ ലിഫ്റ്റിംഗ് ആണ് ഒരു കാര്യം, അതാണ് ആദ്യത്തെ ലെവൽ. രണ്ടാമത്തെ ലെവൽ എന്താ? എണ്ണ വിതരണം തടസ്സപ്പെടും. ഈ പറയുന്ന കുപ്പിക്കഴുത്തായ ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാനൊരു തീരുമാനം ഇപ്പം തന്നെ പ്രാക്ടിക്കലി ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടയ്ക്കപ്പെട്ട് കഴിഞ്ഞു. അതിലെയുള്ള കപ്പൽ ഗതാഗതത്തിന്, എണ്ണ നീക്കത്തിന് ഒരു സുരക്ഷയും ഇല്ലാത്തതുകൊണ്ട് ഒരു രാജ്യവും വിശ്വസിച്ച് ഹോർമൂസ് കടലിടുക്ക് വഴി ഇനി യുദ്ധം അവസാനിക്കുന്നത് വരെ നീക്കം ഉണ്ടാവില്ല. വിമാനങ്ങൾക്ക് പറക്കാവുന്ന ഒരു അന്തരീക്ഷമല്ല ഗൾഫ് മേഖലയിൽ. അപ്പോൾ പൂർണ്ണമായി ഒരു സ്റ്റാൻഡ് സ്റ്റില്ലേക്ക് വരികയാണ്. ഇതെത്ര കാലം മുന്നോട്ട് പോകാനാവും? സ്വാഭാവികമായി GCC രാജ്യങ്ങളുടെ സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേലെ ഉണ്ടാവില്ലേ? നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഈ അന്ത്രാള അവസ്ഥയുണ്ടായത്, ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ സൈനിക താവളങ്ങൾ ഇവിടെയുള്ളത്. ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണം ഒരുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ആയുധപ്പുര മാത്രമാണ് സംരക്ഷിക്കുന്നത്, ഞങ്ങളെ ആര് സംരക്ഷിക്കും? ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങൾ മാറി ചിന്തിക്കും എന്നതായിരുന്നു ഇറാൻ്റെ പ്രതീക്ഷ. പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല. അമേരിക്ക കൃത്യമായി പ്ലാൻ ചെയ്ത രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ട് പോകുന്നു. കാരണം ഇപ്പോൾ കട്ട കലിപ്പിലാണ് അറബ് രാജ്യങ്ങൾ. ഒരുപക്ഷെ ഈ പറയുമെന്നതല്ലാതെ നേരിട്ട് അറബ് രാജ്യങ്ങളെ അല്ലെങ്കിൽ GCC രാജ്യങ്ങളെ ഇറാൻ കയറി
ആക്രമിക്കും എന്ന ഒരു ചിന്ത ഇല്ലായിരുന്നു. ആക്രമിച്ചാൽ തന്നെ 2025 ജൂൺ മാസം ആക്രമിച്ചതുപോലെ സിംബോളിക്കായിട്ട് ഖത്തറിൻ്റെ അൽ ഉദൈദ് വ്യോമതാവളം ഒരുപക്ഷെ ആക്രമിക്കപ്പെട്ടേക്കാം. അത് തന്നെ മുൻകൂട്ടി പറഞ്ഞുകൊണ്ടാണ് അന്ന് ചെയ്തത് എന്നതാണ് പിന്നാമ്പുറത്തെ ഒരു കഥ. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഖമനേയി കൊല്ലപ്പെടുന്നതോടുകൂടി എല്ലാം അവസാനിപ്പിക്കും എന്ന രീതിയിലൊക്കെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നുവല്ലോ. ജൂണിൽ തന്നെ പല തന്ത്രപ്രധാന കേന്ദ്രങ്ങളും തീർത്തതാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിലെ. അപ്പോൾ അവസാന ലക്ഷ്യം എന്ന് പറയുന്നത് ഖമനേയിയാണ്. ആ അന്തിമ ലക്ഷ്യം തീർന്നു. പിന്നെയും എന്തിന് അമേരിക്കയും ഇസ്രായേലും ആക്രമണം നിർത്തുന്നില്ല എന്നുള്ള ചോദ്യമുണ്ടല്ലോ. അതോ ഇറാൻ പ്രത്യാക്രമണം തുടരുന്നത് കൊണ്ടാണോ അമേരിക്കയും ഇസ്രായേലും നിർത്താത്തത്? അതെ, ആദ്യത്തെ നിഗമനം ഈ യുദ്ധമെന്ന് പറയുന്നത് ഒരു ചതുരംഗക്കളി പോലെയാണ് എങ്കിൽ രാജാവ് മൺമറഞ്ഞു കഴിഞ്ഞാൽ, രാജാവ് വെട്ടി നീക്കപ്പെട്ട് ചെക്ക് പറഞ്ഞ് രാജാവിന് നീങ്ങാനാവാതെ വന്നാൽ അവിടെ കളി അവസാനിക്കുകയാണ്, മറുപക്ഷം വിജയിക്കുകയാണ്. അങ്ങനെ ഒരു രാജാവിൻ്റെ സ്ഥാനത്തല്ല അയത്തുള്ള അലി ഖൊമേനി. അലി ഖൊമേനി ഒരു സംവിധാനത്തിൻ്റെ, അയത്തുള്ള അലി ഖൊമേനി ഒരു സംവിധാനത്തിൻ്റെ തലപ്പത്താണ്. IRGC, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന സംവിധാനമാണ് ഇറാൻ്റെ ആകമാന വ്യവസ്ഥയെ ഈ രൂപത്തിൽ നിലനിർത്തുന്നത്. ഇറാൻ്റെ ഒരു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ DNA തന്നെ മാറി മറിഞ്ഞിരിക്കുന്നു. 1979 ശേഷം 47 വർഷമായി തുടരുന്ന ചില രീതികളുണ്ട്, ചില താരിപ്പുകളുണ്ട്, ചില പ്രവണതകളുണ്ട്. ഒരു നിമിഷം ഇറാൻ്റെ ജനിതക ഘടനയെ പൂർണ്ണമായി മാറ്റിമറിച്ചുകൊണ്ട് മറ്റൊരു ക്രമത്തിലേക്ക് എളുപ്പം നീങ്ങാനാവില്ല. 1959 ഇറാനിൽ ഒരു പരീക്ഷണം നടത്തിയതാണ് അമേരിക്ക. അങ്ങനെയാണ് ഷാ പഹലവി രണ്ടാമനെ അവിടെ കൊണ്ടുവന്നതും. അദ്ദേഹം 1979 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അയത്തുള്ള ഖൊമേനി നേതൃത്വം നൽകിയ വിപ്ലവത്തിലൂടെ പുറത്താകുന്നത് വരെ ഒരു 20 വർഷത്തോളം, 2 പതിറ്റാണ്ടോളം അമേരിക്കയുടെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു ഇറാനിൽ. വീണ്ടും അതേ ഒരു ഭരണകൂടം, രാജഭരണം ഒരിക്കലും ഇറാനിയൻ ജനത ആഗ്രഹിക്കില്ല. റിപ്പബ്ലിക്കൻ ക്രമം കണ്ട ഒരു രാജ്യം ഒരിക്കൽ പോലും തിരിച്ച് മൊണാർക്കിക്കൽ ക്രമത്തിലേക്ക് ലോകത്തൊരിടത്തും മടങ്ങിപ്പോയിട്ടില്ല എന്നതാണ് ചരിത്രം. അതുകൊണ്ട് രാജഭരണമല്ല, ഒരു പ്രസിഡൻഷ്യൽ രീതിയിലുള്ള അല്ലെങ്കിൽ ജനാധിപത്യ ക്രമത്തിലുള്ള ഒരു ഭരണമാണ്. അതിന് ഒരു രാജാവിൻ്റെ മകൻ ഷാ പഹലവി രണ്ടാമൻ്റെ മകൻ റീസ പഹലവി അമേരിക്കയിൽ വളർന്നയാളാണ്. 79 ശേഷം നാളിതുവരെ അമേരിക്കയിൽ ശാരീരിക സാന്നിധ്യം ഉണ്ടായിരുന്ന അമേരിക്കൻ കൾച്ചറിൻ്റെ കൂടെ പ്രതീകമായ ഷാ പഹലവി രണ്ടാമൻ്റെ മകനെ തൻ്റെ പിതാവിനെ ഉൾക്കൊണ്ടതുപോലെ ഇറാൻ ജനത എത്രത്തോളം ഉൾക്കൊള്ളും? സ്വാഭാവികമായ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു സിവിൽ വാറിലേക്ക്, ആഭ്യന്തര യുദ്ധത്തിലേക്ക്, അരാജകത്വത്തിലേക്ക്, അനിശ്ചിതാവസ്ഥയിലേക്ക് ഇറാൻ എന്ന വലിയ രാജ്യം നീളുകയില്ലേ? അങ്ങനെ വന്നാൽ അത് മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ ശ്രീ മോഹൻ വർഗീസ്. ആഭ്യന്തര യുദ്ധത്തിലേക്ക് ഇറാനെ തള്ളിവിടുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യം കൂടിയാണ്. അതല്ലാതെ അമേരിക്കയെ ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നേരിട്ടുള്ള ഇടപെടൽ നടത്താറില്ല. ഇവിടെ റേസ പഹലവിയെ കൊണ്ടുവരികയാണെങ്കിൽ, അങ്ങനെ ഒരു പാവ സർക്കാരിനെ രൂപീകരിക്കുവാൻ അമേരിക്ക ശ്രമം നടത്തുകയാണെങ്കിൽ അതിന് ഇപ്പോഴുള്ള ഈ ബാസാറികളെ പോലെയുള്ളവരുടെ പിന്തുണ അത് കിട്ടുമോ? അങ്ങനെ ഒരു സാഹചര്യം താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? ഇറാനിൽ ഇതിനകം തന്നെ അങ്ങനെ ഒരു ആഭ്യന്തര സംഘർഷം തുടങ്ങിക്കഴിഞ്ഞുവല്ലോ ഖമനേയിക്കെതിരെ. അത് നമ്മൾ കണ്ടതുമാണ് കഴിഞ്ഞ മാസങ്ങളിൽ. അപ്പോൾ അവരുടെ പിന്തുണ ഈ പറയുന്ന ഷാ അഹമ്മദിന്റെ മകന് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് അത് സൗകര്യപ്രദമായിരിക്കും. അതുമാത്രമല്ല, ഇറാനിൽ മറ്റൊരു ആഭ്യന്തര സംഘർഷം അല്ലെങ്കിൽ ആഭ്യന്തര കലഹം രൂക്ഷമാക്കുവാൻ, ഖമനേയി അനുകൂലികളും പ്രതികൂലികളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാക്കുവാനും കഴിയും. ആ ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. അതോ ഈ 88 അംഗ സമിതി അവർ പുതിയൊരു ആത്മീയ നേതാവിനെ കണ്ടെത്തുവാൻ പോവുകയാണല്ലോ, അത് ഖമനേയിയുടെ മകൻ മസ്തബയാകുവാനുള്ള സാധ്യത, ഇങ്ങനെ ഏതാണ് താങ്കൾ ഒന്നാമതായിട്ട് കാണുന്നത്? ശ്രീ മഞ്ജുഷ്, ഇറാൻ്റെ ജനത ഡിവൈഡഡ് ആയി കഴിഞ്ഞു ഓൾറെഡി. ഈ കഴിഞ്ഞ 26 മണിക്കൂറായി ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയിട്ട്. അതിനുള്ളിൽ തന്നെ ഇറാൻ ജനത ഏതാണ്ട് പോളറൈസ്ഡായി. അയത്തുള്ള അലി ഖൊമേനിയുടെ തിരോധാനത്തിൽ അതീവ ദുഃഖം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇറാനിൽ. അതേപോലെ തന്നെ ഇറാനിലെ ഈ മർദ്ദക ഭരണം, അലി ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള മതഘടനകൾ നയിക്കുന്ന ആ ഒരു ഭരണകൂടം മാറുന്നു എന്ന പ്രതീക്ഷയോടുകൂടി തെരുവിലിറങ്ങി ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന ഒരു വിഭാഗമുണ്ട്. ഇങ്ങനെ 2 വിഭാഗങ്ങൾ ഇറാനിലുള്ളപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.